വൈദ്യശാസ്ത്ര രംഗത്ത് കർമ്മനിരതനാവുമ്പോഴും മനസ്സിൽ അങ്ങിങ്ങ് ചില നൊമ്പരങ്ങൾ മുളപൊട്ടാറുണ്ട്. വൈദ്യശാസ്ത്ര രംഗം കഥകളുടെ ഒരു മഹാസാഗരമാണ്. ഞങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ രോഗിക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും നൂലിഴകളിൽ പലപ്പോഴും ഈ വൈകാരികതയെ നാം കാണാതെ പോകുന്നു എന്നതാണ് പ്രശ്നം. വൈദ്യമേഖലയിലെ കഥാതന്തുക്കളെ കരതലാമലകം പോലെ അറിയുന്നതും ഈ ബിഷഗ്വരന്മാർ തന്നെ. മനസ്സിൻ്റെ നൊമ്പരങ്ങളോട് സമരസപ്പെടുമ്പോൾ ഉണ്ടായതാണ് ഈ കഥകൾ അത്രയും. ഇതിലെ ഭൂരിപക്ഷം കഥകളും എഴുതിയത് 2005 പലതും ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിച്ചു. പിന്നെ ഒരു നീണ്ട ഇടവേള, 12 വർഷം. പിന്നീട് ഇപ്പോഴാണ് വീണ്ടും ചിലത് കുറിക്കുന്നത്. നീലക്കുറിഞ്ഞിയെപ്പോലെ മനസ്സിലെ മടിത്തട്ടിലെ പൂക്കാലവും. സ്ട്രോബിലാന്തസ് എന്നത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രനാമമാണ്. ഈ പുസ്തക സമാഹാരത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥയാണ് സ്ട്രോബിലാന്തസ്. ആ നാമം തന്നെ ഈ പുസ്തകത്തിന് കൊടുക്കാൻ നിർദ്ദേശിച്ചത് ലിബി അക്ബറാണ്. എഴുത്തിന് എൻ്റെ ചാലകശക്തി എൻ്റെ അധ്യാപകർ തന്നെ. സാറ ജോസഫ്, ദേശമംഗലം രാമകൃഷ്ണൻ, VP ശിവകുമാർ, പാലക്കീഴ് നാരായണൻ, ദേവരാജൻ മീഞ്ചന്ത തുടങ്ങിയ എൻ്റെ മലയാളം അധ്യാപകർ എന്നെ എഴുത്തിന് അവരറിയാതെ തന്നെ പ്രേരിപ്പിച്ചു, സ്വാധീനിച്ചു. VR സുധീഷ് ആണ് എന്നെ ആദ്യം എഴുതാൻ പ്രേരിപ്പിച്ചത്. ശ്രീമതി KP സുധീര, TA റസാഖ്, VT മുരളി, ഡോക്ടർ മെഹറൂഫ് രാജ് തുടങ്ങിയ സുഹൃത്തുക്കളുമായുള്ള സംസർഗം എൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മനസ്സുറച്ച കാലം മുതൽ മറ്റാരെപ്പോലെയും എന്നെയും MTയുടെ രചനകൾ സ്വാധീനിച്ചു. പലപ്പോഴായി കുറിച്ച ഈ ഭ്രാന്തിൻ്റെ അക്ഷരങ്ങളെ പുസ്തക രൂപത്തിലാക്കാൻ ലിബി അക്ബർ മുമ്പോട്ട് വന്നപ്പോൾ ഒരു സ്ട്രോബിലാന്തസ് സ്വപ്നം പുസ്തകമായി. എന്നെ മനസ്സുകൊണ്ടറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സജീവൻ ഇതിന് അവതാരിക എഴുതുമ്പോൾ ഈ കൊച്ചു പുസ്തകം നിങ്ങളുടെ മുമ്പിൽ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. സ്ട്രോബിലാന്തസിൻ്റെ ശ്രവ്യരൂപമായ ഓഡിയോ ബുക്ക് പുറത്തിറക്കുകയാണ്. നവമാധ്യമങ്ങളുടെ കാലമായ ഇക്കാലത്ത് ഓഡിയോ ബുക്കിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. മലയാളം മനസ്സിലാവുന്ന എന്നാൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കേൾവിയിലൂടെ കഥകളെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും മറ്റും ഈ ഓഡിയോ ബുക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഈ ഉദ്യമത്തിൽ ഇതിലെ കഥകൾക്ക് ശബ്ദവും ഭാവവും നൽകിയ ബോബി C മാത്യു, ഐശ്വര്യ, ആര്യ പ്രകാശ്, നീലിമ വിനോദ് എന്നിവർക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സ്ട്രോബിലാന്തസിലെ കഥകളുടെ ശ്രവ്യാവിഷ്കാരം, റെക്കോർഡിംഗ്, ശബ്ദമിശ്രണം തുടങ്ങിയ സാങ്കേതിക സഹായങ്ങൾ നൽകിയ കോഴിക്കോട്ടെ പ്രശസ്തമായ യൂണിറ്റി സ്റ്റുഡിയോയ്ക്കും സർവോപരി ശ്രീ ബിജുവിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശ്രവ്യ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ സവിനയം സമർപ്പിക്കുന്നു. അത് നിങ്ങളുടെ കുറ്റമാണ്. തിങ്കളാഴ്ചയാണ്, ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. എന്നിട്ടും എണീക്കാൻ വൈകി. കൺപോളകളിൽ ഉറക്കം പിന്നെയും ബാക്കി. കൈയും കാലുമെല്ലാം ഒന്ന് നീട്ടി വലിച്ചു വിട്ടു. ഒന്നുകൂടി കോട്ടുവായിട്ടു. ജനുവരിയാണ്. മഞ്ഞിന് തണുപ്പ് പോരാ, പകലിന് തെളിച്ചവും പോരാ. മൂടിക്കെട്ടിയ പ്രഭാതം, വല്ലാത്ത അലസത. വരാന്തയിൽ കിടന്ന പത്രം വെറുതെ മറിച്ചു നോക്കി. കേരള വാണിഭം, മൊഴിമാറ്റം, കൂറുമാറ്റം, കൂടുമാറ്റം, ഇറാഖിൽ സ്ഫോടനം, കാശ്മീരിൽ വെടിയൊച്ച, കർഷകന്റെ മരണം, 4ാം ലോകം, എല്ലാം സ്ഥിരം പംക്തികൾ തന്നെ. വല്ലാത്തൊരു മടുപ്പ് തോന്നി. 5ാം പേജ് മറിച്ചപ്പോൾ പെട്ടെന്നാണ് ഒരു വാർത്തയും അതിന്റെ കൂടെയുണ്ടായിരുന്ന ഫോട്ടോയും കണ്ണിൽ തടഞ്ഞത്. ഞാൻ ശ്രീമതിയുടെ അടുത്തേക്ക് ഓടി. ഇത് കണ്ടോ, ഈ ഡോക്ടർ മിസ്സിംഗ് ആണെന്ന്. ഫോട്ടോ കണ്ടിട്ട് നല്ല മുഖപരിചയം. രാവിലത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ സന്താനത്തെ സ്കൂളിൽ വിടണം, പ്രാതൽ, കൊണ്ടുപോകാൻ ഭക്ഷണം, കുളി, തേവാരം. ഒരു ഫോൺ കോൾ പോലും അവളെ ഭ്രാന്ത് പിടിപ്പിക്കും. അതിനിടയ്ക്കാണ് ഈ ചേനക്കാര്യം. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നേരം വെളുത്താൽ മിസ്സിങ്, ചരമം, സിനിമ ഇതൊക്കെ നോക്കിയിരിക്കാൻ. എനിക്കിപ്പോ ഇതൊന്നും കേൾക്കാൻ സമയമില്ല. രംഗം കൂടുതൽ വഷളാകണ്ട, ഞാൻ മെല്ലെ പിൻവലിഞ്ഞു. പക്ഷേ കാണാതായ ഡോക്ടർ ജോസ് ഫെർണാണ്ടസിന്റെ മുഖം എന്നെ വേട്ടയാടി.
നല്ല മുഖപരിചയം. പക്ഷേ പേര് അത് മാച്ച് ചെയ്യുന്നില്ല. എന്തോ ഒരു പിശക്. അടുത്ത കാലത്തായി എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ മാച്ച് ആവില്ല. പിന്നെ അതേക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടും. ആളുകൾ 40 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാവോ? CPU-വിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞതുപോലെ സെർച്ച് മോഡ് അങ്ങോട്ട് ശരിക്കും ഓക്കെ ആവുന്നില്ല. നല്ല കാലത്തെല്ലാം വല്ല CD-യിലോ മറ്റോ റൈറ്റ് ചെയ്ത് വെച്ചുകൂടായിരുന്നോ? അതല്ലെങ്കിൽ വല്ല സാറ്റലൈറ്റിലും സേവ് ചെയ്തുകൂടായിരുന്നോ? ദേ, സ്കൂൾ വണ്ടി വരാനായി, മോളെ കൊണ്ടുവിട്, എന്നിട്ട് സ്വപ്നം കാണാം. സന്താനത്തെയും കൂട്ടി ജില്ലാ ഭരണകൂടത്തിന്റെ മുൻപിലുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. സെൻട്രൽ സിലബസിന് പഠിക്കുന്ന കുട്ടികളാ. ബസ് 7:30 തന്നെ വരും. മകൾ 100 കൂട്ടം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. മുക്കിയും മൂളിയുമുള്ള ഉത്തരങ്ങൾ കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. അച്ഛൻ അല്ലേലും ഇങ്ങനെയാ. ഹാ. അതിനിടെ സ്കൂൾ ബസ് വന്നതും മകൾ പോയതുമൊന്നും ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് ഒരു ഉൾവിളി പോലെ. അതെ, അത് ജോസ് അല്ല, പുരുഷു. അവന്റെ മുഖമാണത്. മെഡിക്കൽ കോളേജിൽ എന്റെ 3 വർഷം ജൂനിയർ. 1-ാം ബ്ലോക്ക് ഹോസ്റ്റലിൽ എന്റെ നേരെ എതിർവശത്തുള്ള റൂമിൽ താമസിച്ചിരുന്ന പുരുഷോത്തമൻ ബ്രഹ്മദത്തൻ. ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന കാലത്താണ് ഇവൻ ഇസ്ലാം മതം സ്വീകരിച്ചത്. മുഹസിൻ മുഹമ്മദായി മാറിയ ഗസറ്റ് അറിയിപ്പ് വായിച്ചതായി ഓർക്കുന്നു. പിന്നീടൊരിക്കൽ വലിയ താടിയും ഒരു വെള്ളത്തൊപ്പിയും കുർത്തയും പൈജാമയൊക്കെയായി ഒരു മുസല്യാരുടെ രൂപത്തിൽ ഇയാളെ കണ്ടതായി ഓർക്കുന്നു. നെറ്റിയിലെ നിസ്കാരത്തഴമ്പ് അന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു. ജന്മം കൊണ്ട് നമ്പൂതിരിയോ നായരോ ആണ്. പിന്നീട് മതം മാറിയതോടെ ക്യാമ്പസിലെ വിവാദമായി കഥാപുരുഷൻ. ക്യാമ്പസിൽ മതമൗലികവാദികൾ ആദ്യമായി കടന്നുവന്നതും അക്കാലത്താണ്. നേരം വെളുത്തതോടെ തലേദിവസത്തെ എച്ചിലും വളിച്ചതും പൊളിച്ചതുമെല്ലാം പ്ലാസ്റ്റിക് കവറിലാക്കി നഗരവാസികൾ സിവിൽ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഇറങ്ങിത്തുടങ്ങി. ചന്തിയുള്ള വലിയ AC കാറുകളിലും ഇരുചക്രങ്ങളിലും ബൂട്ടും സ്യൂട്ടുമിട്ട മോർണിംഗ് വാക്കുകാരും മാലിന്യം ജില്ലാ ഭരണകൂടത്തിന്റെ മുഖത്തെറിഞ്ഞു. 21-ാം വാർഡ് മാലിന്യമുക്തം എന്ന കോർപ്പറേഷന്റെ ബോർഡ് ആളുകളെ നോക്കി പല്ലെളിച്ചു. ഖരമാലിന്യ സംസ്കരണ പദ്ധതി സ്വപ്നം പോലെ പടർന്നു. എച്ചിൽ കൂമ്പാരം തേടി തെരുവു പട്ടികളും കാക്കയും പൂച്ചയും വന്നു. സാർ, മാലിന്യം നമ്മുടെ മനസ്സിൽ നിന്നും ഇറങ്ങണം. ദിനേശനോ? കുടുംബശ്രീക്ക് 1 ഉറുപ്പിക കൊടുക്കാൻ മടിച്ചാണ് ഇത്. നീ എന്താ ഇവിടെ? ഇവിടെ അടുത്ത് ഒരു ബന്ധുവിന്റെ വീട്ടിൽ. ഇപ്പോ എവിടെ ജോലി? കേരള നഴ്സിംഗ് ഹോമിൽ ഫാർമസി സെയിൽസ്മാൻ ആണ്. നഗരത്തിലെ എണ്ണപ്പെട്ട ആരോഗ്യ വ്യാപാര കേന്ദ്രമാണ് കേരള നഴ്സിംഗ് ഹോം ആൻഡ് റിസർച്ച് സെന്റർ. ദിനേശൻ ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സിൽ കുറച്ചുകാലം ജോലിയിലുണ്ടായിരുന്നു. ഒരു പാവം പയ്യൻ. പഴയകാല ഇടതുപക്ഷക്കാരോടൊക്കെ അവന് വലിയ ആരാധനയായിരുന്നു. ഇന്നുള്ളവരൊന്നും തീരെ ശരിയില്ല എന്നാണ് ദിനേശന്റെ അഭിപ്രായം. ഡോക്ടർ ജോസ് അവിടെയല്ലേ? അയാളെ കാണാനില്ല എന്ന് പത്രത്തിൽ കണ്ടു. അയാളെ പറ്റിയൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. അതെന്താടോ അങ്ങനെ? ദിനേശന്റെ കണ്ണുകൾ വികസിച്ചു, ചുണ്ടുകൾ വിറച്ചു, താടിരോമങ്ങൾ എണീറ്റു നിന്നു, മുഖം രൗദ്രമായി. പയ്യൻ അല്പം ദേഷ്യത്തിലാണ്. ഞാനൊന്ന് ചൂളിപ്പോയി. ദിനേശൻ പണ്ടും അങ്ങനെയാണ്. 10-20 കൊല്ലം മുൻപ് മെഡിക്കൽ കോളേജിലെ അഴിമതി വീരന്മാരായ 3 ഡോക്ടർമാർക്ക് ഒരു ജനകീയ സ്വീകരണം ഏർപ്പാടാക്കിയപ്പോൾ ഒരു ചെരുപ്പുമാലയുമായി ദിനേശൻ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നാണ് ആ കണ്ണിലെ തീപ്പൊരി ഞാൻ ആദ്യമായി കണ്ടത്. ഒരു വല്ലാത്ത ആർത്തിപ്പണ്ടാരമാണ്. പണത്തിനു വേണ്ടി എന്തും ചെയ്യും. എന്തിനും ഏതിനും കമ്മീഷനും കട്ട്സും സ്പോൺസർഷിപ്പുമാണ്. ദിനേശൻ പറഞ്ഞത് ചിലതൊന്നും എനിക്ക് മനസ്സിലായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ മുൻപിൽ പിന്നെയും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി. ദിനേശൻ താടിയിൽ ശക്തിയായി ചൊറിഞ്ഞു, നഖം കടിച്ചു. സാറേ, സാറ് കേട്ടാ വിശ്വസിക്കില്ല. ജോസാറിന്റെ വീട്, വീട്ടുപകരണങ്ങൾ, കാറ്, കുട്ടികളുടെ സ്കൂൾ പഠിത്തം എന്ന് വേണ്ട രാവിലെ വരുന്ന പാലും പത്രവുമെല്ലാം ഓരോ ഡ്രഗ് കമ്പനിക്കാര് സ്പോൺസർ ചെയ്യുന്നതാണ്. ദിനേശ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ കാര്യമാണോ? എന്നാലും ഇതിത്തിരി കൂടുതലാണ്. ജോസാറിന്റെ രോഗികൾക്ക് ഭക്ഷണത്തേക്കാൾ കൂടുതൽ മരുന്നുകളാണ്. നഗരത്തിൽ ഹൈടെക് മരുന്നുകളുടെ അതിപ്രസരണം ജോസാറിന്റെ കൈകളിലൂടെയാണ്. ലോകത്തിൽ ഏതു മരുന്നും ഇവിടുത്തെ രോഗികളിൽ പ്രയോഗിച്ചതിനു ശേഷമാണ് 1ഉം 2ഉം ലോകക്കാർ അവരുടെ പട്ടികളിലും പന്നികളിലും പോലും പ്രയോഗിക്കുന്നത്. അതിനൊക്കെ ജോസാറിന് പ്രത്യേകം ചെക്കുകൾ കിട്ടും. ഇതൊന്നും നമുക്ക് പറ്റിയതല്ല എന്നൊക്കെയാണ് ദിനേശന്റെ പക്ഷം. ജോസാറിന്റെ മക്കൾ പോലും സ്പോൺസേർഡാണ്. ദിനേശൻ എന്നെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. അല്ലെങ്കിലും എനിക്കതല്പം കൂടുതലാണ്.
ജിബി ഫെർണാണ്ടസ് ഒരു US കമ്പനിയുടെയും ജോബി ഫെർണാണ്ടസ് ഒരു ജർമ്മൻ കമ്പനിയുടെയും പ്രോഡക്റ്റാണ് എന്നാണ് ദിനേശൻ പറയുന്നത്. ക്രിസ്തുമതം സ്വീകരിക്കാൻ തീരുമാനിച്ചതോടെ ജോസാറിന്റെ പ്രത്യുൽപാദന യന്ത്രം മുസ്ലിം തീവ്രവാദികൾ കരിച്ചു കളഞ്ഞു. പിന്നീടാണ് അയാൾ കേരള നഴ്സിംഗ് ഹോമിന്റെ ഡയറക്ടറുടെ മകളെ കല്യാണം കഴിക്കുന്നത്. ജോസിന്റെ മാർക്കറ്റ് റേറ്റ് അന്ന് 5 കോടി രൂപയായിരുന്നു. സാർ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ജോസാറിന്റെ മകളെ. പൂച്ചക്കണ്ണിയാ. ചെക്കനെ കണ്ട പന്നിക്കുട്ടിയാണെന്നേ തോന്നൂ. ഇൻഡോ ജർമ്മൻ കൊളാബറേഷനിൽ ജോസാർ എയ്ഡ്സിന് പച്ചമരുന്ന് മാർക്കറ്റ് ചെയ്ത് കോടികളാണ് വാരിയത്. എല്ലാം ചെക്കന്റെ ഭാഗ്യം കൊണ്ടാണ്. ഫാർമസിയിലിരുന്ന് ദിനേശൻ എല്ലാം കണ്ടു. എയ്ഡ്സ് മരുന്നിന്റെ പരസ്യം 1-ാം പേജിൽ തന്നെ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. നേരം വല്ലാതെ വൈകി. ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. ജോസ് പുരാണം കേട്ടുനിന്ന് നേരം വൈകി എന്നൊന്നും പറഞ്ഞാൽ HOD സമ്മതിക്കില്ല. അയാൾ മാന്താൻ ഒരു ഇരയെ കാത്തിരിക്കുകയാവും. അത് ഞാൻ തന്നെ. എന്നാൽ മാന്തലിന് കുറച്ച് രസം കൂടും. കോർപ്പറേറ്റ് സെറ്റപ്പിൽ മാന്തലിന് പരമപ്രധാനമായ സ്ഥാനമാണുള്ളത്. അങ്ങനെയാണ് പുതിയ ശീലങ്ങൾ നാം വശത്താക്കുന്നത്. പിന്നെ ഞാൻ നേരം വൈകുമ്പോൾ എന്റെ കൈകൊണ്ട് ബോധം കെടാൻ വിധിക്കപ്പെട്ടവർക്ക് വലിയ വിഷമമാവാനും സാധ്യതയുണ്ട്. ബോധപൂർവമുള്ള കാത്തിരിപ്പ് ഒരു ബോറ് പരിപാടി തന്നെയാണ്. ജോസിനെ, മുഹസിനെ, പുരുഷോത്തമനെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. കൂടുവിട്ട് കൂടുമാറുന്ന ജാലവിദ്യ, മതം വിട്ട് മതം മാറുന്ന വിദ്യ. ഞാൻ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. ഏത് മതത്തിലായാലും മനുഷ്യനായാൽ പോരെ? പോരാ. ഏതു മനുഷ്യനായാലും ഏതെങ്കിലും ഒരു മതത്തിലാവണം. വീണ്ടും ആശയക്കുഴപ്പം. തല പെരുക്കുന്നു. എന്റെ തട്ടകം, ഓപ്പറേഷൻ തിയേറ്റർ, സെൻട്രൽ AC-യുടെ തണുപ്പിലും ഞാൻ വിയർക്കുന്നു. ബോധം കെടാൻ കാത്തിരിക്കുന്നവർക്ക് ബോധമണ്ഡലം ഒരധികപ്പറ്റായി തോന്നി. അബോധാവസ്ഥയ്ക്കപ്പുറമുള്ള ബോധാവസ്ഥയെ കരുതി വ്യാകുലപ്പെട്ടു തുടങ്ങി. ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രത്യേക വസ്ത്രങ്ങളും തലപ്പാവും മുഖംമൂടിയും എല്ലാം ഇട്ട ആളുകൾ അവരുടെ ബോധമണ്ഡലത്തിലാകെ നിഴലുകൾ പോലെ ഓടി നടന്നു. സാർ, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്റർ സെക്രട്ടറി ശ്രീകൃഷ്ണൻ ഒരു വിസിറ്റിംഗ് കാർഡ് നീട്ടി. റപ്പാണോ? ഞാൻ തിരക്കിലാണെന്ന് പറ. എന്തെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിൽ ചീഫിനെ കാണാൻ പറ. ഞാൻ തിരക്കിട്ട് OTയുടെ ഉള്ളിലേക്ക് പോയി. സാറിനെ തന്നെ കാണണം, കണ്ടേ പോകൂ എന്നാണ് പറയുന്നത്. ഞാൻ വിസിറ്റിംഗ് കാർഡ് വാങ്ങി. രഘുരാജ്, സീനിയർ മാനേജർ, സ്മിത്ത് ഹൈടെക് ഫാർമ. എന്നെ കണ്ടതുകൊണ്ട് ഇയാൾക്ക് എന്ത് നേട്ടമുണ്ടാകാനാണ്? ഇനിയിപ്പോ എന്റെ തിരുമുഖം കണ്ടതുകൊണ്ട് വല്ല നയനസുഖവും ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാനായിട്ട് മുടക്കുന്നില്ല. അയാളോട് ക്യാബിനിലേക്ക് കയറി ഇരിക്കാൻ പറയൂ. കറുത്ത ഇടതൂർന്ന താടി, ഇടയ്ക്ക് വെള്ളിരേഖകൾ, നല്ല ഭേദപ്പെട്ട കുടവയർ, അതിനു മുകളിൽ അലസം വിശ്രമിക്കുന്ന വില കൂടിയ ചുവന്ന ടൈ, സ്വർണ്ണ ഫ്രെയിമുള്ള വട്ടക്കണ്ണടയിലൂടെ എന്നെ നോക്കി ഒരു നനുത്ത ചിരി. എന്നെ മനസ്സിലായോ? ഞാനൊന്ന് പരിങ്ങി. CPU-വിന് കണ്ടീഷൻ പോരാ. സെർച്ച് മോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. നോ മാച്ചിങ് ഫൗണ്ട്. ഡു യു വാണ്ട് അഡ്വാൻസ് സെർച്ച്? 10-15 വർഷമായി അനസ്തേഷ്യ ഗ്യാസുകളെല്ലാം ശ്വസിച്ച് മെമ്മറി ചിപ്സിൽ വിള്ളൽ വീണിരിക്കുന്നു. ഇപ്പോൾ മൊത്തം വൈറസും പാരസൈറ്റുകളുമാണ്. മിസ്റ്റർ രഘുരാജ്, സീനിയർ. ഞാൻ ഉരുണ്ട് കളിച്ചു. അതൊക്കെ കാർഡിലുള്ള ഡാറ്റാസ്. എന്നാൽ പിന്നെ ഒരു ക്ലൂ. ഞാൻ ചമ്മി. 980കളിൽ ഒരുമിച്ച് മഴ കൊണ്ടിട്ടുണ്ട്. CPU റെസ്പോണ്ടഡ്. മാച്ച് ഫൗണ്ട്. ബാല്യകാല സുഹൃത്താണ്. ചാനലിൽ തന്റെ ഒരു പരിപാടി കണ്ടപ്പോഴാണ് താൻ ഇവിടെയുണ്ടെന്ന് മനസ്സിലായത്. വെറുതെ ഒന്ന് കാണണം എന്ന് തോന്നി. സന്തോഷമായി. പഴയകാല ഓർമ്മകളിൽ മനസ്സ് കുളിർത്തു. സൗഹൃദം സ്നേഹമാണെന്ന് തോന്നി. സ്നേഹം സൗഹൃദമാണെന്നും. സംസാരത്തിനിടയിൽ അറിയാതെ ജോസ് വീണ്ടും കയറി വന്നു. രഘു, നിങ്ങളാണോ ഡോക്ടർ ജോസിനെ തട്ടിക്കളഞ്ഞത്? വെറുതെ ഒരു നേരം പോക്കിനായി ഞാൻ ചോദിച്ചു. ഒരു നിമിഷത്തെ നിശബ്ദത, മൗനം. രഘുവിന്റെ മുഖം വിവർണമായി. സെൻട്രൽ AC-യുടെ തണുപ്പിലും അവൻ വിയർത്തു. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക്. ഞാൻ കരുതി നീ അർത്ഥം വെച്ച്. തന്റെ ഒരു സ്വഭാവം അതാണല്ലോ. 5 മാസം മുൻപാണ് ഡോക്ടർ ജോസിന്റെ പുതിയ ഓവൽ കോർസ കാറ് കളവ് പോയത്. വീട്ടിലെ ഷെഡിൽ നിന്ന്. പോലീസ് സ്റ്റേഷനിൽ പരാതി, അന്വേഷണം. പിന്നീട് അറിയുന്നത് അത് ഫൈനാൻസ് കമ്പനി സീസ് ചെയ്തതാണ്. 4 മാസം അടവ് തെറ്റി. സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണ് ജോസ്. എന്നിട്ടും എനിക്ക് വീണ്ടും ആശയക്കുഴപ്പം.
ഇതാണ് എൻ്റെ ഒരു കുഴപ്പം. സ്മിത്ത് ഹൈടെക് ഫാർമ സ്പോൺസർ ചെയ്തതായിരുന്നു ഈ ഓപ്പൽ വാഹനം. കമ്പനിയുടെ പുതിയ ആൽബമിനിൽ 5 കൊല്ലത്തേക്ക് പ്രൊമോട്ട് ചെയ്യണം. 1000 രൂപയിൽ താഴെ വില വരുന്ന ഈ മരുന്നിന്റെ MRP 4500. ജോസിനൊരു കാറ്, കമ്പനിക്ക് കാശ്, നാട്ടുകാർക്ക് ആൽബമിൻ. അതിനിടയ്ക്ക് ജോസ് ഒരു കളി കളിച്ചു. വേറൊരു കമ്പനി മിസ്റ്റുബിഷി ലാൻസർ ഓഫർ ചെയ്തു. കാല് മാറി ചവിട്ടി. സ്മിത്തിന്റെ മരുന്നുകൾ സ്റ്റോർ റൂമിൽ കെട്ടിക്കിടന്നു. ഞങ്ങൾ കാറിന്റെ അടവ് നിർത്തി. നിങ്ങളും കൊള്ളാം, ജോസും കൊള്ളാം. സാർ, തിയേറ്റർ റെഡിയാണ്. ശ്രീകൃഷ്ണനാണ്. ബോധമുള്ളവന്റെ ബോധം കെടുത്തുക, ബോധം പോയവന്റെ ബോധം തിരിച്ചെടുക്കുക, കല്ലുരുട്ടി കുന്നിൻ മുകളിൽ എത്തിക്കുക, പിന്നെ അത് ഉരുട്ടി താഴെയിടുക, അത് കണ്ട് ആത്മനിർവൃതി അടയുക. ഇന്ന് താരതമ്യേന തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ്. എന്നാലും തിയേറ്ററിൽ രാത്രിയും പകലുമില്ല, മഴയും വെയിലുമില്ല, ശിശിരവും വസന്തവുമില്ല. പുറത്തെന്ത് നടന്നാലും ഇവിടെ അറിയില്ല. ഒരേ വസ്ത്രത്തിൽ, ഒരേ വികാരത്തിൽ, ഒരേ ലക്ഷ്യത്തിൽ ജോലി ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ. നാനാത്വത്തിൽ ഏകത്വം. സാർ, ക്യാബിനിൽ ഒരു യൂറോളജി പേഷ്യന്റ് ഉണ്ട്. നാളെ സർജറിക്കുള്ളതാണ്. സാറിനോട് ഒരു ചെക്കപ്പ് ചെയ്യാൻ ചീഫ് പറഞ്ഞു. ശ്രീകൃഷ്ണൻ ഒരു ഫയലുമായി വീണ്ടും എന്റെ ചിന്തകളെ കുത്തി നോവിച്ചു. 25-30 പ്രായം, അതിലും കൂടുതൽ തോന്നിക്കും. കുറ്റിത്താടി, കുഴിഞ്ഞ കണ്ണുകൾ, മുഖത്തെയും മാറിലെയും എല്ലുകൾ എണ്ണി തിട്ടപ്പെടുത്താം. എണ്ണമയം തീരെയില്ലാത്ത പാറിപ്പറന്ന മുടി, വരണ്ട ചുണ്ടുകൾ, ദരിദ്രനാരായണന്റെ ഭാവം. ശ്വാസം നീട്ടി വലിച്ചുവിടൂ. ബോധം കെടുത്തപ്പെടാൻ ഇയാൾ യോഗ്യനാണോ എന്ന് നിശ്ചയിക്കാനുള്ള പതിവ് പരിശോധനകളും ചോദ്യാവലികളും. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ബോധമെടുക്കാൻ സമ്മതമാണ് എന്ന് അയാൾ ഒപ്പിട്ടു തരുന്ന സമ്മതപത്രം. അതോടെ ആ ചടങ്ങ് അവസാനിക്കുന്നു. ഇപ്പോ എന്തസുഖത്തിനാണ് നാളത്തെ ഓപ്പറേഷൻ? അതെന്നാ ചോദ്യമാ സാറേ? കല്ലല്ലയോ, കല്ല്. തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിപ്പാർത്ത ഒരു വയനാടൻ കർഷകന്റെ മനസ്സുണർന്നു. ഏതു വശത്താ, വലതോ ഇടതോ? അതെന്നാ ചോദ്യമാ സാറേ? ഒന്നും അറിയാത്ത പോലെ. കഴിഞ്ഞ മാസം അല്ലയോ ആ വലത്തെ കിഡ്നി കൊടുത്തത്? എനിക്ക് വീണ്ടും ആശയക്കുഴപ്പം. അതാണ് എൻ്റെ ഒരു കുഴപ്പം. ഇടത്തെ വൃക്കയിൽ മുഴുവൻ കല്ല്. എന്നിട്ടും 1 മാസം മുൻപ് വലത്തെ വൃക്ക ദാനം ചെയ്തു. അതിലെന്തോ പന്തികേടുണ്ടല്ലോ. ഇയാൾക്കെങ്ങനെ ഫിറ്റ്നസ് കിട്ടി? ഇവിടെ ഒരു എത്തിക്സിന്റെ പ്രശ്നമുണ്ടല്ലോ. എന്റെ ചിന്താമണ്ഡലത്തിൽ ആരോ കറുത്ത മഷി ഒഴിച്ചതുപോലെ. ഒരേ ഒരു കിഡ്നി, അതിൽ കല്ലുകൾ. അപ്പോൾ റീനൽ ഫംഗ്ഷൻ, അനസ്തേഷ്യ, സർജറി, റിസ്കുകൾ. എന്റെ ആശയക്കുഴപ്പം പിന്നെയും തുടർന്നു. ഇയാൾ ആർക്കു വേണ്ടിയാണാവോ ഈ വലിയ ത്യാഗം ചെയ്തത്? വൃക്കദാനം. ഓ, അത് ദാനമൊന്നും അല്ല സാറേ, വിറ്റതാ. ഇപ്പൊ വയനാട്ടിലൊക്കെ വലിയ ദാരിദ്ര്യമല്ലയോ, പണത്തിനൊക്കെ ഒത്തിരി തിടുക്കമല്ലയോ. ഒരു വൃക്കയുടെ MRP 2 ലക്ഷം രൂപ ഇന്ത്യൻ മണി. അതാണ് വൃക്ക സ്വീകരിക്കുന്ന ആൾ ക്യാഷായി കൊടുക്കേണ്ടത്. അതിന്റെ 50% ഡോക്ടർ ജോസാറിന്. പിന്നെ വരുന്ന തുകയുടെ 50% കേരള നഴ്സിംഗ് ഹോമിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ കെട്ടിവെക്കണം. നോൺ റീഫണ്ടബിൾ കോഷൻ ഡെപ്പോസിറ്റ്. രോഗി മരിച്ചാലും ജീവിച്ചാലും സർജറിക്ക് ശേഷം തുക തിരിച്ചു കിട്ടുന്നതല്ല. പിന്നെയുള്ള തുകയുടെ 30% ബ്രോക്കറേജ് ആണ്, ഏജന്റ് കമ്മീഷൻ. അയാൾക്ക് വൃക്ക വാങ്ങുന്ന ആളും കമ്മീഷൻ കൊടുക്കും. 35,000 രൂപ റെഡി ക്യാഷ് ദാതാവിന് തന്റെ വൃക്കയൊന്നിന് കിട്ടും. കൂടാതെ ഫുഡ്, അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് എല്ലാം ഫ്രീ ആണ്. അനസ്തേഷ്യ ടെക്നീഷ്യൻ ജോൺ എബ്രഹാം ആണ്. ഇതൊരു വലിയ റാക്കറ്റ് തന്നെയാണ്. അതിന്റെ തലവനാണ് ഡോക്ടർ ജോസ്. അകത്താവുമെന്നായപ്പോൾ മുങ്ങിയതാണ്. കിഡ്നി മാഫിയ തട്ടിക്കളഞ്ഞിരിക്കുമെന്നും പറയുന്നുണ്ട്. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. ടിവിയിൽ ഫ്ലാഷ് ന്യൂസും ഉണ്ടായിരുന്നു. ജോൺ എബ്രഹാമിന്റെ രക്തം തിളച്ചു. ഡോക്ടർ ജോസ് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആണ്. പുരുഷ പാവമായിരുന്നു, പേടിത്തൊണ്ടൻ. എന്നാലും ഈ മാറ്റം, ഇതൊക്കെ തന്നെയല്ലേ ഈ ഹൈടെക് പരിപാടികൾ. മനസ്സിനെ ഒരിടത്ത് തളച്ചിടാൻ പറ്റുന്നില്ല. അതിങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. മൊബൈൽ ഫോൺ ഇടയ്ക്ക് കയറി ഒച്ച വെച്ചു. ശ്രീമതിയാണ്. ജോലി തീർന്നു, 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ എത്തും. നഗരത്തിൽ വല്ലാത്ത ഗതാഗതക്കുരുക്ക്. അഴിക്കും തോറും വീണ്ടും കുരുങ്ങുന്നു. ജംഗ്ഷനിൽ പോലീസുകാരുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നഗരത്തിൽ മന്ത്രിമാർ, VIP കൾ, പിന്നെ ദൈവങ്ങളുമൊക്കെ ഇറങ്ങിയാൽ വഴികൾ പൂർണ്ണമായും അടയപ്പെടുന്നു.
നഗരം നരകമാകുന്നു. വേഗം വീട്ടിലെത്തണം. രാവിലെ തുടങ്ങിയതാണ് ജോസ് പുരാണം. എങ്ങനെയോ ഒരു കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടു. പോക്കുവെയിൽ കണ്ണിലേക്കടിച്ചു. റോഡിലേക്കുള്ള എന്റെ കാഴ്ചയൊന്ന് മങ്ങി. കൈകൊണ്ട് പോക്കുവെയിലിനെ തടഞ്ഞു നിർത്തി. കാർ മുന്നോട്ട് പാഞ്ഞു. പടിഞ്ഞാറ് ഇനിയും തുടുത്തിട്ടില്ല. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. നിർത്താതെ ഹോൺ അടിച്ചുകൊണ്ട് വരുന്ന വാഹനങ്ങളുടെ ഒരു വ്യൂഹം. മന്ത്രിയും അകമ്പടിക്കാരുമാണെന്ന് തോന്നുന്നു. എന്തോ ഒന്ന് എന്റെ കാറിന്റെ മുൻപിൽ വന്ന് വീഴുന്നു, ഒരലർച്ചയോടെ. ഞാൻ സഡൻ ബ്രേക്ക് ഇടുന്നു. ഒരു നിമിഷം കണ്ണടഞ്ഞു പോകുന്നു. കണ്ണു തുറക്കുമ്പോൾ എന്റെ വണ്ടിയുടെ മുൻപിൽ രക്തം പടരുന്നു. അതിനപ്പുറം കാഴ്ച മങ്ങുന്നു. ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ആളുകൾ കൂട്ടം കൂടി. മന്ത്രിയുടെ കാർ ഡ്രൈവറുടെ കോളറിന് കുത്തിപ്പിടിക്കുന്നത് കാണാം. സ്റ്റേറ്റ് വണ്ടി തട്ടിത്തെറിപ്പിച്ച ബൈക്ക് യാത്രക്കാരനെ ആരോ ആശുപത്രിയിലേക്കെടുത്തു. മഫ്റ്റിയിലും യൂണിഫോമിലുമുള്ള പോലീസുകാർ മന്ത്രിയെ മറ്റൊരു വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു നിമിഷം ഞാൻ എന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മന്ത്രിയുടെ തൊട്ടുപിറകെ, അതെ, വളരെ പരിചിതമായ മുഖം. ആ മുഖത്തിന് ഡോക്ടർ ജോസ് ഫെർണാണ്ടസിന്റെ മുഖവുമായി സാദൃശ്യം തോന്നിയത് യാദൃച്ഛികമാവാം. എനിക്ക് വീണ്ടും ആശയക്കുഴപ്പം. അതാണ് എന്റെ ഒരു കുഴപ്പം. നിങ്ങൾ കാണുന്ന മുഖങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു ബന്ധവുമില്ല. ഇനി അഥവാ നിങ്ങൾക്കങ്ങനെ തോന്നിയാൽ അത് നിങ്ങളുടെ കുറ്റമാണ്.